വലിയൊരു കോൺട്രവേഴ്സി ഫുട്ബോൾ കഴിഞ്ഞ ഉടനെ തന്നെ ഇൻഫാന്റിനോ ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ യു ടേൺ ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് പിന്നെ അതിനു മുമ്പേ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും ഈ കോൺട്രവേഴ്സി ഇപ്പോഴാണ് ഇത് കൂടുതൽ വ്യക്തമായിട്ട് പുറത്തു വരുന്നത്. അതിനകത്ത് ഈ ഗവേണിംഗ് ബോഡിയുടെ സ്റ്റേക്സ് പ്രൈവറ്റ് പാർട്ടികൾക്ക് വിൽക്കുക എന്നുള്ളൊരു തീരുമാനം, അത് ഇൻഫാന്റിനോയുടെ വാദം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പ്രൈവറ്റൈസ് ചെയ്യുമ്പം പറയുന്ന ന്യായങ്ങളാണ്. അതിനകത്ത് ഇപ്പം ഈ പെട്ടെന്നുള്ള യു ടേൺ വരുന്നത്, പ്രത്യേകിച്ചും അതിനകത്ത് അതിൻ്റെ അഡ്വൈസറൊക്കെ വളരെ ഞങ്ങൾ കിറ്റ് ചെയ്യാൻ പോവാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ വലിയ ഭീഷണികൾ വന്നു. എന്താണ് ശരിക്കും അതിൻ്റെ സംഭവം? സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പൈസ ഇല്ലാത്തൊരു സ്ഥാപനം ഇൻവെസ്റ്റ്മെന്റ് തേടി പോകുമ്പോൾ അതിലൊരു തെറ്റുമില്ല. ഇതിപ്പോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്രയോ ബില്യൺ ഡോളേഴ്സിന്റെ പണമാണ് ഇരിക്കേണ്ടത് ഉപയോഗിക്കാതെ. അതുള്ളപ്പോൾ നിങ്ങൾക്ക് പിന്നെ വേറെ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പിന്നെ ഇപ്പൊ ഫിഫയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ ലോകകപ്പ് സൈക്കിൾ, ഖത്തർ ലോകകപ്പ് അവസാനിച്ച ആ സൈക്കിളിൽ അവരുണ്ടാക്കിയത് 7.6 ബില്യൺ ഡോളറാണ്. ഇത്തവണത്തെ വരുമാനം അത് നേരെ ഇരട്ടിയായി 15 ബില്യനാണ് ഈ ലോകകപ്പ് സൈക്കിളിൽ നിന്ന് അവരുണ്ടാക്കാൻ പോകുന്നത്. ഈ പൈസ എവിടെയാ പോണെന്നാണ് UEFA ബാക്കി അസോസിയേഷനും ചോദിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെലവാക്കിക്കൊണ്ട് ബാക്കി രാജ്യങ്ങൾക്ക് കൊടുത്തുകൊണ്ട്? ഒന്നാമത് പിന്നെ ഈ എല്ലാവർക്കും 40 മില്യൺ ഞാൻ കൊടുക്കാം എന്നുള്ള എല്ലാവർക്കും ഇതിന്റെ ആവശ്യമുണ്ടോ? ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷന് 40 മില്യൺ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് പേപ്പറാണ്. ജർമ്മൻ ഫെഡറേഷന് അതിന്റെ ആവശ്യമുണ്ട്. ശരിയാണ്. ഇപ്പൊ ചില വലിയ ഇറ്റലിയിലൊക്കെ ഇപ്പൊ പല സ്റ്റേഡിയംസും അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അതിപ്പോ ചിലത് കമ്മ്യൂണിറ്റി സ്റ്റേഡിയംസ് ആയത് കാരണം ക്ലബ്ബ് മാത്രം അതിന് പൈസ. അതെ, പക്ഷെ എല്ലാവർക്കും ഇപ്പൊ സൗദി അറേബ്യക്ക് 40 മില്യന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതാണ്. അപ്പൊ ആർക്ക് ആവശ്യമുണ്ടെന്ന് അനുസരിച്ചിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. അതല്ല എല്ലാവർക്കും ഇത് കൊടുക്കുമ്പോ അതിന്റെ പിന്നിലുള്ളത് ഇതൊരു ബ്രൈബ് പോലെ, ഒരു കൈക്കൂലി കൊടുക്കണ പോലെയാണ്. എന്റെ പ്ലാൻ നിങ്ങൾ പുഷ് ചെയ്താൽ ഞാൻ ഇപ്പൊ തന്നെ സെപ്റ്റംബർ 19 മുമ്പ് 20 മില്യൺ തരാം, അത് കഴിഞ്ഞിട്ട് ബാക്കി 20. അപ്പൊ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ UEFA നമ്മളിപ്പം പറയുമ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇതിലുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഡോമിനൻസ് കാണിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ അവർ എനിക്ക് തോന്നുന്നത് വിമൻസ് വേൾഡ് കപ്പ് എന്നും വിമൻസ് അണ്ടർ 19 ഇതിൽ നിന്നൊക്കെ പിന്മാറും എന്നുള്ളൊരു ഭീഷണി പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പം അത് അത്രയ്ക്ക് ഒരു ഈ ഇൻഫാന്റിനോ ഇത്രയ്ക്ക് അസ്ഥിരനാകുന്ന ഒരവസ്ഥ എന്താണ്? അതിന് വളരെ വ്യക്തമായ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഫുട്ബോളിന്റെ അടിത്തറ എല്ലാ കാലത്തും ക്ലബ് ഫുട്ബോൾ തന്നെയാണ്. അതിന്നാണ് ബാക്കി നാഷണൽ ടീംസും ഇതെല്ലാം വരുന്നത്. ഈ ക്ലബ് ഫുട്ബോളിനെ മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്ന ഏത് തീരുമാനവും ക്ലബുകൾ എതിർക്കും. അതിപ്പോ ഒരു റിയൽ മെഡ്രിഡ് ആയാലും ബാഴ്സലോണ ആയാലും മാഞ്ചസ്റ്റർ സിറ്റി ആരായാലും അവരത് എതിർക്കും. ഇവരാണ് കളിക്കാർക്ക് പൈസ കൊടുക്കുന്നത്. അല്ലാതെ ഒരു മെസ്സിക്കോ റൊണാൾഡോനോ ഒരു മുഹമ്മദ് സാലയ്ക്കോ പൈസ കൊടുക്കേണ്ട അവരുടെ അസോസിയേഷൻസ് അല്ല. അവർക്ക് അവരുടെ വീക്ക്ലി വേജ് കിട്ടേണ്ട അവരുടെ ക്ലബ്സിന്റെ അടുത്ത്. അപ്പൊ ക്ലബ്ബാണ് ഫുട്ബോളിന്റെ അടിത്തറ ഏത് രാജ്യത്ത് നോക്കിയാലും. അതിപ്പോ ആഫ്രിക്കയിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ക്ലബ്സിന്റെ ഇപ്പൊ തന്നെ ക്ലബ് സീസൺ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാറുള്ളതാണ് പലപ്പോഴും. ഈ സീസണിൽ ഇനി ഗ്യാപ്പ് ഒന്നും ബാക്കിയില്ല. എവിടെയാണ് ഗ്യാപ്പ് ഉള്ളത്? ഇപ്പൊ 2 കൊല്ലം കൂടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു ലോകകപ്പ്, അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ്, കോപ്പ അമേരിക്ക, അല്ലെങ്കിൽ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ്, അല്ലെങ്കിൽ യൂറോസ്, ഏതെങ്കിലും ഒന്ന് നടക്കും. പിന്നെ 4 കൊല്ലം കൂടുമ്പോൾ വേൾഡ് കപ്പ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇപ്പോ ഫിഫ ക്ലബ് ലോകകപ്പും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞ ഒരു ഗ്യാപ്പും ഇല്ലാത്തൊരു കലണ്ടറായി മാറിയിട്ടുണ്ട്. ഈ പ്രൊപ്പോസൽ, ഇപ്പൊ ഇൻഫാന്റിനോന്റെ പ്രൊപ്പോസൽ അനുസരിച്ചിട്ട് ഇനിയും ഫിഫ കോമ്പറ്റീഷൻസ് വരുന്ന നമ്പർ കൂടും. ഇത് എവിടെ നിങ്ങൾ തിരികാൻ പോവാണ്? ക്ലബ് സീസൺ കുറയ്ക്കാൻ ഒരു ക്ലബും അനുവദിക്കാൻ പോണില്ല. അപ്പൊ പിന്നെ ഇത് എവിടെയാണ് നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്? ഇതിൽ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടത് ഒരാളുടെ പേര് ജോഷുവ കഷ്ണറുടെ റിലേഷൻഷിപ്പ് വിത്ത് ഇൻഫാന്റിനോ. അതെന്താണ് സംഭവം? അതെന്താന്ന് പറഞ്ഞാൽ, ഇത് ആദ്യം തന്നെ ഈ പ്ലാൻ പ്രശ്നമാണെന്ന് അറിയണമെങ്കിൽ ഇതിൽ ആരാണ് ഇത് അവർ ഒളിപ്പിക്കാനും കൂടി നോക്കിയിട്ടില്ല. ആദ്യം തന്നെ പറഞ്ഞു ഇത് ഈ ഇൻവെസ്റ്റ്മെന്റ് വരികയാണെങ്കിൽ ഈ 4.2 ബില്യൺ ഡോളേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോകുന്നത് ത്രൈവ് ഇറ്റേണൽ എന്ന് പറഞ്ഞൊരു കമ്പനി, അത് ജോഷുവ കുഷ്ണറുടെ കമ്പനിയാണ്. അത് സാൻ ഫ്രാൻസിസ്കോ ജയന്റ്സ് എന്ന് പറഞ്ഞൊരു ബേസ്ബോൾ ടീമിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കുഷ്ണറുടെ
ബ്രദറാണ് ട്രംപിന്റെ സണ്ണിൻലോ. അപ്പൊ അത് ഇപ്പൊ തന്നെ പല ഫുട്ബോൾ സർക്കിൾസിൽ പലർക്കും വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ് ട്രംപും ഇൻഫാന്റിനോയും തമ്മിലുള്ള ബന്ധം. അത് ഫുട്ബോൾ ഫീഫ പ്രത്യേകിച്ച് ഒരു നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആവണം. ഈ ആരോടും ചോദിക്കാതെയാണ് ഈ പീസ് പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. എന്ത് പീസ് പ്രൈസ്? നിങ്ങൾ ആരാ അത് തീരുമാനിക്കാൻ? അതെ, ആവശ്യമില്ല അതിന്റെ. അതെ, അപ്പൊ അത് അങ്ങനത്തെ ഇതൊക്കെ കാരണം തന്നെ കുറെ ഫുട്ബോൾ ലോകത്ത് കുറെ ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്കൊരു സാധ്യത കിട്ടി തിരിച്ചടിക്കാൻ. ഇതിനകത്ത് ഇനിയിപ്പോ ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, നമ്മളിപ്പം പറയുമ്പോൾ ഇതൊരു ബിസിനസ്സാണ്, ഒരു ഗ്ലോബൽ മാർക്കറ്റാണ്. അതിനകത്ത് ഇൻഫാന്റിനോനെ പോലത്തെ ഒരു പ്രസിഡന്റ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നോക്കുക എങ്ങനെ പൈസ ഉണ്ടാക്കാം, കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ ഇതിനകത്ത് ഒരു ഇപ്പൊ 20 ബില്യൺ, അത് ഞാൻ പറഞ്ഞുതരാം. ഈ 20 മില്യൺ ഇത് ശരിയാണ്. ഇപ്പൊ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് $40 മില്യൺ നമ്മുടെ ഫുട്ബോളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ. ആരും അല്ല എന്ന് പറയില്ല. $40 മില്യൺ എത്ര 400 കോടി രൂപയായി. അതാരും വേണ്ടെന്ന് പറയില്ല. പക്ഷെ അത് ഇപ്പോഴത്തെ ഫിഫയുടെ അക്കൗണ്ട്സിൽ തന്നെ കൊടുക്കാനുള്ളത് അവർക്കുണ്ട്. ഇവർക്ക് ഇതിന് എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഈ സൈക്കിളിൽ നിന്ന് കിട്ടിയ $15 ബില്യൺ നിങ്ങൾ എങ്ങനെയാ ചെലവഴിക്കാൻ പോകണം? അതിൽ ഈ UEFAയിലത്തെ അധിക രാജ്യങ്ങൾക്കും ആവശ്യമില്ല. ബ്രസീലിനും അർജന്റീനയ്ക്കും ഒക്കെ അതിന്റെ പകുതി ചിലപ്പോൾ ആവശ്യമുണ്ടാവും. സൗദി അറേബ്യക്ക് ആവശ്യമില്ല. ശരിക്കും ആവശ്യം ആഫ്രിക്കയിലും ഏഷ്യയിലത്തെ, പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യയിലത്തെ ഫെഡറേഷൻസിനൊക്കെ. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തോളൂ. 40 പോട്ടെ 60 കൊടുത്തോളൂ. ആരും വേണ്ടെന്ന് പറയുന്നില്ല. അത് പക്ഷെ നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. 37 അംഗങ്ങളുള്ള ഫിഫ കൗൺസിലിൽ പലരും ഈ പ്ലാനിനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ല, ഇത് ലീക്ക് ചെയ്യണതിന് മുമ്പ്. അപ്പൊ ഇനി ഈ ഒരു പ്രോജക്റ്റ് എന്തായാലും നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം. ഇല്ല. ഈ ഇൻഫാന്റിനോയുടെ കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, കാരണം വെച്ചാൽ അദ്ദേഹത്തിന് നമുക്കറിയാം, ഈ ഫിഫയുടെ പ്രസിഡന്റുമാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ടേം സെർവ് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇതിന്റെ എങ്ങനെയാണ് അതിന്റെ ഒരു ഘടന? കാരണം ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഗ്ലോബലൈസേഷൻ മാർക്കറ്റിൽ ഇത്രയും പുഷ് ചെയ്യുന്ന ഒരു പ്രസിഡന്റ് കുറച്ചു കാലം എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പൊ എലക്ഷൻ വരാൻ പോകുന്നത് 2027 ഇതിൽ പലപ്പോഴും എലക്ഷൻ എന്താ പറയുക, ആരും എതിർക്കാതിരിക്കാൻ വേണ്ടി പലപ്പോഴും മാസങ്ങൾക്ക് മുമ്പ് തന്നെ നാഷണൽ ഫെഡറേഷൻസ് ഒരു എഴുത്ത് അയക്കും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾക്ക് ഇങ്ങനെ 100-ലധികം എഴുത്ത് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളിയായിട്ട് ആരും നിൽക്കുക തന്നെ ഇല്ല. പലപ്പോഴും അൺപോസ്റ്റ് ആയിട്ടുള്ള ഇലക്ഷനാണ്. പക്ഷെ ഇത്തവണ ഈ എഴുത്ത് അയച്ച പലരും ഇപ്പൊ തന്നെ അത് വിത്ഡ്രോ ചെയ്തു. ഫുട്ബോൾ അസോസിയേഷനും വെയിൽസാണ് ആദ്യം ചെയ്തിട്ടുള്ളത്, ഇംഗ്ലണ്ട് ഇന്ന് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സപ്പോർട്ട് ചോർന്നു പോയി കഴിഞ്ഞു. ഇതിൽ ഏറ്റവും തമാശ കോൺകക്കാഫ്, സെൻട്രൽ അമേരിക്കൻ, ഞങ്ങൾ പണ്ട് തമാശ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അഡ്വൈസർ ജാക്ക് വാർണർ എന്ന് പറഞ്ഞ ട്രിനിഡാഡിന്റെ ഒരു ഒഫീഷ്യൽ ഉണ്ടായിരുന്നു. ജാക്ക് വാർണർ ബ്രൗൺ പേപ്പർ കവറിൽ പൈസ വാങ്ങായിരുന്നു, നമ്മുടെ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരെ പോലെ. അപ്പൊ ആ ഒരു സ്വഭാവമുള്ള അത്രയും കറപ്ഷൻ ആൻഡ് ക്യാഷ് ഫെഡറേഷൻ ആയിരുന്നു ഞങ്ങൾ തമാശക്ക് പറയാം കോൺകക്കാഫ്. അത്രയും കറപ്റ്റ് ആയിട്ടുള്ള കോൺകക്കാഫ് വരെ ഇതിനെ എതിർത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് എത്ര മോശം പ്ലാനാണ്. അപ്പൊ ഇത് പരാജയപ്പെടാനുള്ള കാരണം ഇൻഫാന്റിനോ വിചാരിച്ചത് ഈ കോൺകക്കാഫ്, കാഫ്, ആഫ്രിക്കൻ ഫുട്ബോളിന്റെ ഇവരൊക്കെ വളരെ അഴിമതിക്ക് പേര് കേട്ട ഓർഗനൈസേഷൻസ്. സൗത്ത് അമേരിക്ക അതെ, അങ്ങനെയല്ലല്ലോ. UEFAയിലും പലരും ഉണ്ട്. പ്രത്യേകിച്ച് ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടിയ അവർ സന്തോഷമായി. പക്ഷെ ഈ കാര്യത്തില് കാഫ് ഒന്നും പറഞ്ഞില്ല അവർക്ക്. പക്ഷെ അത് കാരണം ആഫ്രിക്കൻ പല രാജ്യങ്ങളിലും ഭയങ്കര പ്രതിഷേധം ഉണ്ട് അവരുടെ ഫുട്ബോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെതിരെ. നിങ്ങൾ മാത്രം എന്തുകൊണ്ട് സംസാരിച്ചില്ല? ഏഷ്യ സംസാരിച്ചു, സെൻട്രൽ അമേരിക്കൻ, നോർത്ത് അമേരിക്കൻ സംസാരിച്ചു, UEFA പിന്നെ ഏറ്റവും മുന്നിൽ. ആകെ ഒരു വാക്ക് മിണ്ടാത്തത് സൗത്ത് അമേരിക്കയും ആഫ്രിക്കയാണ്. അപ്പൊ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെതിരെ ഇപ്പൊ വലിയ പ്രതിഷേധമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഇതൊരു ഷാം ഒരു പ്രോജക്റ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ ഒരു വാക്ക് മിണ്ടിയില്ല.